തല്ലുമാലയ്ക്ക് ശേഷം എന്നോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ടൂവിനേക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇയാളല്ലാണ് നമ്മളെ വിളിക്കാത്ത. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഡിജോ. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഡിജോ 3 പടമാണ് ചെയ്തതെങ്കിലും 2 പടത്തിനും സാഹസം എടുത്തയാള് ഞാനാണ്. അപ്പം വളരെയധികം സന്തോഷം. ഡിജോയുടെ ഒരു പടം ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിൻ്റെ പടം പോലെ തന്നെയാണ്. അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല. ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാൾ ഞാൻ തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടുമില്ല. കാരണം ഇതിൽ അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. കാരണം ഇതൊരു ചെറിയ സിനിമയല്ല. ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ്, ഒരു വലുപ്പമുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരോടും ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരോടും ഉള്ളത് കൊണ്ടിട്ട് അതിനും കുഴപ്പമില്ല. അതെ, ഷെയറിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിനിമയുടെ ഒരു വലിപ്പം അത്രയും ഉണ്ട്. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പി ആയതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാ, അതായത് ജാതിമത ഭേദമന്യാണ് എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാ ചട്ടമ്പികളുടെ അനുഗ്രഹവും പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയാകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിൻ്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട്. അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ. അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം 100% അർപ്പണബോധത്തോടുകൂടി അതിൻ്റെ ഡയറക്ടർക്കൊപ്പം അതിൻ്റെ ടീമിനൊപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഇവർക്ക് ഇവിടെ നേരത്തെ തന്നെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് 2025 24 ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ്. എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റു ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല. അപ്പം ആ ഒരു വർഷമാണ് 2025 കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പള്ളിച്ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്നും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആക്ടിങ് തുടങ്ങിയതിനു ശേഷം ചാൻസ് ചോദിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാനൊരു ഡയറക്ടർ ആയിരുന്നുണ്ട്. പക്ഷെ എന്നാൽ ചില ഡയറക്ടർമാരുടെ പടമൊക്കെ കാണുമ്പോൾ നമ്മൾ തോന്നും ഇയാളല്ലാണ് നമ്മളെ വിളിക്കാത്ത. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഡിജോ. ഈ അടുത്ത കാലത്ത് കുറച്ച് മുമ്പ് പറഞ്ഞു ചേട്ടാ അടുത്ത പടത്തിൽ ചേട്ടനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ പൂജയ്ക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കാൻ തന്നു. എനിക്കൊന്നും പടത്തിന് ഒരുവിധം പ്രാധാന്യം ഒരുപാട് തന്നിട്ടുണ്ട്. പടത്തിന് അപ്രാധാന്യം ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ ഒരു പുതിയ നിർമ്മാണ കമ്പനി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്തരം ഒരു പ്രൊജക്റ്റിന് വേണ്ടി ധൈര്യസമേതം ഒരു നിർമ്മാണ കമ്പനി, പ്രത്യേകിച്ച് പരസ്പര വിശ്വാസമുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം തല്ലുമാലയ്ക്ക് ശേഷം എന്നോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ടൂവിനേക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ ഞാൻ പിന്നെ അതുപോലെ തന്നെ സുരേഷ് ബാബു ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്. പ്രഭാതൻ നായറായിട്ടാണ്. അപ്പോൾ ഈ ഒരു ടീമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്, എന്നെയും ഉൾപ്പെടുത്തിയത് അങ്ങേയറ്റം നന്ദി ഞാൻ അറിയിക്കുന്നു. വലിയ ഒരു സിനിമയാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വലിയ വിജയമാവട്ടെ. നമുക്ക് പുതിയ നിർമ്മാതാക്കൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.